മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും നല്ല കുറുകിയ ചാറോടുകൂടി നമ്മൾ കടലയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയിരിക്കണം. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. കടല കഴിക്കാത്തവരൊക്കെ ഇതേ രീതിയിലുള്ള കടലക്കറി ഉണ്ടാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് കഴിക്കും. പിന്നെ എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും മറ്റെന്ത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അതിനായിട്ട് 200 ഗ്രാമോളവും കടല ആണ് ഞാനിവിടെ, കറുത്ത കടല ഒരു രാത്രി മൊത്തം കുതിർത്തെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കഴുകി 2-3 വെള്ളത്തിൽ കഴുകി വെള്ളമൊക്കെ മാറ്റി വേവിക്കാനുള്ള വെള്ളമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ചേർക്കാൻ 200 ഗ്രാം തന്നെ നമ്മൾ ചെറിയ ഉള്ളി, ചുവന്നുള്ളി എന്നൊക്കെ പറയാൻ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി. പിന്നെ 1 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടല ഇതേപടി നമ്മൾ വെള്ളത്തോടു കൂടി കുക്കറിലിട്ട് കൊടുക്കുകയാണ്. കഴുകിയെടുത്തതാണല്ലോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 12 എണ്ണം മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വെളുത്തുള്ളിയും ഒരു 6 കുടം മാറ്റിയിട്ട് ബാക്കിയെല്ലാം വെളുത്തുള്ളിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നക്കൊക്കെ വെള്ളം ഒഴിക്കണം. ഇത് വെന്ത് ചേരണമല്ലോ. നക്കൊക്കെ വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും ചേർത്ത് ഒരു 4-5 ഏലക്കായും ചേർത്ത് ഒരു 2 കറുവപ്പട്ട, നല്ല ഫസ്റ്റ് ക്വാളിറ്റി കറുവപ്പട്ടയാണ്, അതും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വെന്ത് കഴിയുമ്പോൾ കറുവപ്പട്ട മാറ്റണം കേട്ടോ. കുക്കർ അടച്ച് വെച്ച് ഈ കടലയുടെ വേവ് അനുസരിച്ച് നമ്മുടെ ഈ കുക്കറിൻ്റെ കണ്ടീഷനും അനുസരിച്ച് എത്ര വിസിൽ വേണമെങ്കിലും നമുക്ക് അടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ അടുപ്പ് വെച്ച് അത് വിസിൽ അടിച്ചതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചെറിയ പൊടിയായിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. കഴന്ന് വീഴുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കാം കേട്ടോ, പെട്ടെന്ന് ഇത് എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് നമ്മുടെ ചെറിയ നല്ല പൊടിയായിട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ കൈവിടാതെ നമ്മുടെ ചീനിച്ചട്ടിയിലിട്ട് ഈ പാനിനകത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരേപോലെ മൂത്ത് വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം ഇട്ടായിരുന്നു, അത് കാണിക്കാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇതിനകത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പൊടികളായതുകൊണ്ട് നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. തേങ്ങ എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടല്ലേ കരിഞ്ഞു പോകത്തില്ലേ. അപ്പം ഇതിങ്ങനെ കൈവിടാതെ നമ്മൾ മൂപ്പിച്ച് എടുക്കണം. കണ്ടില്ലേ, ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് ഒരേപോലെ മൂത്തൊന്നും കരിയാതെ എല്ലാം മൂത്ത് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങ എല്ലാം സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം സെൻട്രലല്ലേ ഫ്ലെയിം വരുന്നത്. അപ്പം നമ്മൾ പൊടി ഇടുമ്പോൾ സമയത്തിന് നമ്മുടെ ഈ തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് സൈഡിൽ മാറ്റിയിട്ട് ആ സൈഡിൽ തന്നെ നമ്മൾ മസാലയും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പുറത്ത് മസാല മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മൾ ചിക്കൻ മസാലയാണ്. നമ്മളിതിനകത്ത് ഗരം മസാല ചേർക്കുന്നില്ല, കാരണം പെരിഞ്ജീരകവും കറുവപ്പട്ട ഏലക്കയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയുടെ ആ ചൂടിൽ കിടന്ന് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് മണമൊക്കെ മൂത്ത് വരും. കരിഞ്ഞിട്ടില്ല കേട്ടോ. കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം, കൈവിടാതെ ഇത് ഇളക്കണം. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ട് വെള്ളം തൊടിയിക്കാതെ അരച്ചെടുക്കാം. വെള്ളം തൊടിയിച്ചാൽ ഇതിൻ്റെ ആ നല്ല ടേസ്റ്റും അതിൻ്റെ പെർഫെക്ഷനും ഒക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തോട്ട് തന്നെ, വേറെ പാത്രത്തിലിട്ടാൽ അത്രയും വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തോട്ട് തന്നെ അതങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. വെള്ളം തൊടിയിക്കരുത്, ഒട്ടുമേ വെള്ളം തൊടിയിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിന് കഴിക്കാനായിട്ട് നമ്മളൊരു പുട്ടാണെന്ന് കേട്ടോ. അപ്പോൾ സാധാരണ പുട്ടുപൊടിയല്ല, പുട്ടിൻ്റെ പൊടിയല്ല, തരിപ്പൊടിയല്ല, നല്ല പൊടിഞ്ഞ പുട്ടുപൊടി. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്നത് കാണിക്കും കേട്ടോ. തേങ്ങയും ചേർത്ത് നമ്മൾ ഉപ്പുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്ത് ചേർത്ത് നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോഴാണ് ഈ സോഫ്റ്റിൻ്റെ രഹസ്യമാണേ. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഈ പൊടിക്കകത്ത് പുട്ടുപൊടിയല്ല കേട്ടോ, നൈസ് പുട്ടുപൊടി, അരിപ്പൊടി, ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം, ആദ്യം തന്നെ വെള്ളം കൂടുതലായാൽ പിന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചും കൊടുക്കാം കേട്ടോ. 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഉരുട്ടി നോക്കണം.
ഒന്ന് കൈകൊണ്ടൊന്ന് ഉരുട്ടി ഞെരടിയൊക്കെ നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും പുട്ട് പൊടി നനഞ്ഞു എന്ന് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അത് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടല്ലേ നനഞ്ഞൊന്ന് നോക്കുവാണ്. ഇങ്ങനെ ഞെരടി നോക്കിയിട്ട് നമ്മളൊന്ന് ഉണ്ട പിടിച്ച് നോക്കും. അന്നേരം ഉണ്ട പിടിക്കുകയാണെങ്കിൽ ഉണ്ടയാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ പുട്ടുപൊടി നനഞ്ഞു എന്നുള്ളത് കേട്ടോ. പൊടി നനയ്ക്കുന്നതെന്നാണ് നമ്മളിതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നനച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം നനച്ചേണ്ട പൊടി കൂടി ഇനി നമ്മളിത് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്യും കേട്ടോ. അപ്പോഴാണ് നമുക്കിതിൻ്റെ സോഫ്റ്റ് പോലെ പഞ്ഞി പോലെ പുട്ട് കിട്ടുന്നത്. കണ്ടേ ഈ ഇതിനകത്ത് നമ്മൾ ഫുള്ളിടരുത്, അടിക്ക് മാത്രം കുറച്ചിട്ട് വേണം നമ്മൾ ക്രഷ് ചെയ്യാൻ. ഫുള്ളിട്ടാൽ ഇത് ഉണ്ട കെട്ടിപ്പോവും കേട്ടോ, കുഴക്കട്ടയായി പോകും. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് കിർന്നൊന്ന് അടിക്കുക ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് ഇരിക്കിട്ടുണ്ട് കണ്ടോ, നല്ല പൂ പോലുള്ള പുട്ടുപൊടി കിട്ടിയില്ലേ. അപ്പോൾ ഇതിന് നല്ല പുട്ടുപൊടത്തിലോട്ട് 2 ചില്ലിയായിട്ട് ഇടുന്ന ഇച്ചിരി തേങ്ങ ഇടത്തുള്ളൂ. നമ്മൾ തേങ്ങ ഇതിനകത്ത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് 2 ചില്ലിയായിട്ട് നമ്മൾ തേങ്ങയും ചേർത്ത് പുട്ട് പുഴുങ്ങാനായിട്ട് നമ്മൾ പുട്ടുകുടത്തിലോട്ട് ഒരു കുറ്റി അങ്ങനെ 3 പുട്ടുണ്ടാക്കുന്നുണ്ട്. 3 പുട്ടിനുള്ള പൊടിയാണ് നമ്മളെടുത്ത്. ഈ സമയത്ത് നമ്മുടെ പാനടുപ്പയിൽ വെച്ച് നമുക്കിനി കടലക്കറി തയ്യാറാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കടലയെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിലിരുന്ന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി, നമ്മൾ 12 ഉള്ളി മാറ്റി വെച്ചായിരുന്നല്ലോ, അത് വട്ടം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് വറ്റൽമുളക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ബാക്കി വെച്ചിരുന്ന ഇഞ്ചിയും ചേർത്ത് ബാക്കി വെച്ചിരുന്ന വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് അങ്ങ് മൂപ്പിക്കും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റാണ്. ഇതിനകത്തേക്ക് നമ്മളിനിയും കറിവേപ്പിലയും ചേർത്ത്, നമ്മളിനി മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട, എല്ലാം നമ്മൾ ഓൾറെഡി തേങ്ങയ്ക്കകത്ത് അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ കൂട്ടി ഇളക്കി ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ട് കടലേ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ഇതിനകത്ത് വെന്തുടഞ്ഞങ്ങ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിനി കൊഴുത്ത ചാറാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടലയൊന്നും അരച്ച് ചേർക്കണം. കണ്ടില്ലേ, വെള്ളം തൊടിയിക്കാതെ അരച്ച തേങ്ങായും നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, എങ്കിലേ ഇങ്ങനെ കറുത്തിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വെളുത്തിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പെർഫെക്ഷനും കിട്ടത്തില്ല, ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നമ്മുടെ മിക്സി കഴുകി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. പച്ചവെള്ളത്തിൽ കടിച്ചാൽ അതിൻ്റെ കളറ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് ഒഴിച്ച് കഴുകി ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയതിനകത്തെല്ലാം ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി കടലക്കറി, കൊഴുത്ത ചാറുള്ള കടലക്കറി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും കഞ്ഞിയും കുടിക്കാം, എന്ത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാം. കുട്ടികളൊക്കെ ആസ്വദിച്ച് ചോറ് കഴിക്കണ്ടില്ലേ, നന്നായിട്ട് കണ്ടില്ലേ വെന്തുടഞ്ഞ്. വേണമെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ നമ്മുടെ തവി കൊണ്ട് തന്നെ ഒന്ന് അടച്ചും കൊടുക്കാൻ വേണം. അപ്പോൾ പുട്ട് റെഡിയായി കണ്ടോ, സോഫ്റ്റ് പുട്ട് കണ്ടില്ലേ, സോഫ്റ്റ് ഫുഡ് ഇവിടെ റെഡിയായി. അങ്ങനെ നമ്മുടെ കടലയും ഇവിടെ റെഡിയായി. നമുക്ക് പാത്രത്തിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ കടലക്കറി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുട്ടിനകത്തോട്ടൊന്നും ഞാൻ ഇതിനു വേണ്ടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ മക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും പിന്നെ ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം പുട്ടിലൊഴിച്ച് ഇന്ന് പുട്ടും കടലയാണ് കേട്ടോ. അപ്പം കഴിക്കുകയാണ് മക്കളെ. അപ്പോൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി.